ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സിലോപ്പി കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളിയും 2 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. നമുക്കിത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ്. അതിനായിട്ട് ഞാൻ 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് വാടും വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇത് വാടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു കുഴപ്പരുവത്തിൽ, അതായത് ഒരു ഗ്രേവി പോലെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരികയാണ്. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി പോരാത്ത വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ സിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സിലോപ്പി ഇട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം നന്നായിട്ട് അതിനുള്ളിൽ മുക്കി വയ്ക്കുക. ഇനി ഒരു തണ്ട് വേപ്പില കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി അടച്ച് വയ്ക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ കറി ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. തിള വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് എണ്ണയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. കറി പറ്റിച്ച് നമുക്ക് ഇറക്കാം. കറി നന്നായിട്ട് പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഇറക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിലോപ്പി കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.